മൂന്നാറിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ MLA-യുടെയും സബ് കളക്ടറുടെയും നേതൃത്വത്തിലെടുത്ത തീരുമാനങ്ങൾ നടപ്പാകാതെ നീളുന്നു. വിവിധ വകുപ്പുകൾക്ക് അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും ഒരു തീരുമാനവും പ്രാവർത്തികമായില്ലെന്ന വിമർശനം ശക്തമാവുകയാണ്. മൂന്നാറിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ ജൂൺ 10 ദേവികുളം RD ഓഫീസിൽ ചേർന്ന ഉന്നതതല യോഗം 14 നിർണായക തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്. ഈ തീരുമാനങ്ങൾ ജൂൺ 15 മുതൽ 30 വരെ ഘട്ടം ഘട്ടമായി നടപ്പാക്കാനായിരുന്നു MLA F. രാജയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനം. ദേവികുളം MLA F. രാജ, സബ് കളക്ടർ, തഹസിൽദാർ, മൂന്നാർ, ദേവികുളം, മറയൂർ പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വനം വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. തുടർന്ന് ജൂൺ 19 മൂന്നാർ DYSPയുടെ നേതൃത്വത്തിൽ വിവിധ വ്യാപാരി സംഘടനകൾ, ഓട്ടോ ടാക്സി യൂണിയനുകൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, വിവിധ സംഘടനകൾ, മൂന്നാർ പഞ്ചായത്ത് അധികാരികൾ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിലും തീരുമാനങ്ങൾ വിശദീകരിച്ച് നടപ്പാക്കാൻ അനുമതി തേടി. എന്നാൽ വിവിധ വകുപ്പുകൾക്ക് അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളിൽ ഒന്നുപോലും പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഒരു മാസം മുമ്പ് ദേവികുളത്ത് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും ഒരു യോഗം വിളിച്ചു കൂട്ടി. ഈ മാസം ജൂൺ മാസം 30 തീയതിക്കകം ട്രാഫിക് സംവിധാനം ഒരുക്കണമെന്നും മൂന്നാറിൽ NH-ലും PWD-ലും പഞ്ചായത്ത് വക സ്ഥലങ്ങളിലെല്ലാം ഇരിക്കുന്ന അനധികൃത പെട്ടിക്കടകൾ ഒഴിവാക്കണമെന്നും ഒക്കെ തീരുമാനിച്ചിരുന്നതാണ്. എന്നാലും ഇതുവരെ യാതൊരു പ്രവർത്തനവും അതിൻ്റെ ഭാഗമായി മൂന്നാറിൽ നടന്നിട്ടില്ല. പേരിന് ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിലുള്ള കുറേ പെട്ടിക്കടകൾ ഒഴിവാക്കിയതൊഴിച്ചാൽ ബാക്കി യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. പതിറ്റാണ്ടുകളായി ഗതാഗത ഉപദേശക സമിതി യോഗങ്ങളിൽ ആവർത്തിക്കുന്ന പ്രഖ്യാപനങ്ങൾ പോലെ ഇത്തവണയും തീരുമാനങ്ങൾ കടലാസിൽ മാത്രമായി ഒതുങ്ങിയെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും വിമർശനം. കൈരളി ന്യൂസ്, ഇടുക്കി.